അവിടെ പോയിക്കും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ രാമ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രീ തുഭ്യം നമോ നമഃ സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ ശ്രീ സുബ്രഹ്മണ്യായ തേ നമഃ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം വിദയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശേഷ വിദ്യാമാശു പ്രയച്ഛ മേ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ കൽത്തുറങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളൻ ഏതകണയാൽ കാത്താമില്ല ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാതുഘനാഥൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ജഗന്മോഹനം. ഓം തത്സത്. സാധാരണയായിട്ട് വിഷ്ണു സഹസ്രനാമത്തോടു കൂടിയാണ് ആരംഭിക്കാറ്. ഇന്ന് രാവിലെ വിഷ്ണു സഹസ്രനാമം നാം പാരായണം ചെയ്തു. ഇപ്പോൾ വിഷ്ണു സഹസ്രനാമാവലി ഭഗവാന് അർച്ചനയും ചെയ്തു. അതുകൊണ്ട് തന്നെ മഴക്കാലമായതിനാലും ശ്രീകൃഷ്ണ അഷ്ടോത്തരം ചെയ്തിട്ട് ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം ആരംഭിക്കാമെന്ന് കരുതുകയാണ്. ഭഗവാൻ സമ്മതിക്കുമെന്ന് കരുതുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം നാം ഇന്ന് ആരംഭിക്കുകയാണ്. നാളെ രാവിലെ മുതൽ ദിവസവും ശ്രീമദ് മഹാഭാഗവതം 6 മുതൽ 6 വരെ എന്നാണ് കരുതുന്നത്. നമുക്ക് ഭഗവാൻ ഇങ്ങനെയാണ് പ്രാപ്തം, അതുമാതിരി ചെയ്യാം. ഇപ്പോൾ ശ്രീകൃഷ്ണ അഷ്ടോത്തരം സദാനാമം ചൊല്ലിയിട്ട് നമുക്ക് ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം
ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരും കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോ ഹംസകൃത് കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോऽസ്മ്യഹം. കൃഷ്ണേ ഭക്തിരജലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീകൃഷ്ണ ബലാനാഥോ വാസുദേവസ്തനാമന വസുദേവാത്മജ പുണ്യോ ലീലാമാനുഷവിഗ്രഹ ശ്രീവത്സ കൗസ്തുഭധരോ യശോദാവത്സലോ ഹരി ചതുർഭുജാന്തചക്രാസി ദദാശങ്കായുധായുധ. ദേവകീ നന്ദന ശ്രീശോ നന്ദഗോപപ്രിയാത്മജ യമുനാവേഗ സംഹാരി ബലഭദ്ര പ്രിയാനുജ. പൂതനാ ജീവിതഹര ശരടാസുരഭഞ്ജന നന്ദവ്രജനാനന്ദി സച്ചിദാനന്ദ വിഗ്രഹ. നവനീതവലിതാംഗോ നവനീതനടോനക നവനീതനവാഹാരോ മുജുകുന്ദ പ്രസാദക. ഷോഡശ സ്ത്രീ സഹസ്രേശ ത്രിഭംഗി മധുരാകുതി ശുഭഭാവമതാബ്ദിന്ദു ഗോവിന്ദോ യോഗിനാംബതി. വത്സവാചലനന്ദോ രേണുകാസുരമർദ്ദന തൃണീകൃത തൃണാവർത്തോ യമളാർജുന ഭഞ്ജന. ഉത്താലനായ പേത്രാച തമാലശ്യാമളാകുതി ഗോപഗോപീശ്വരോ യോഗി കോടിസൂര്യ സമപ്രഭ. ഇലാപതി പരഞ്ജ്യോതി യാദവേന്ദ്രോ യദൂത്വഃ വനമായി പീഠവാസ പാരിജാതാപഹാരക. ഗോവർദ്ധനാചലോ ദത്ത ഗോപാല സർവപാലക അജോ നിരഞ്ജന കാമ ജനഗണജന. മധുഹാ മധുരാനാഥോ ദ്വാരകാനായകോ ബലി വൃന്ദാവനാഥ സഞ്ചാരി തുളസീരാമഭൂഷണ. ശിവന്തകമണേകർത്ത നരനാരായണാത്മക കുബ്ജാകൃഷ്ണം ഹരതരോ മായി പരമപൂരുഷ. മുഷ്ടികാസുരചാണൂര മല്ലയുദ്ധ വിശാലക സംസാര വൈനീകംസാരി പുരാതനരകാന്തക. അനാദി ബ്രഹ്മചാരി ച കൃഷ്ണാവ്യസനകർഷക ശിശുപാല ചിരശ്ചേത ദുര്യോധന കുലാത്മക. വിദുരാപൂരവ്രതോ വിശ്വരൂപ പ്രദർശക സത്യവാക് സത്യസങ്കൽപ്പ സത്യഭാമാരയോജി. സുഭദ്രാ ഭൂമയോ വിഷ്ണു ഭീഷ്മമുക്തി പ്രദായക ജഗദ്ഗുരു ജഗന്നാഥോ വേണുനാഥ വിശാരദ. വൃഷഭാസുര വിധ്വംസി ബാണാസുരകരാന്തക യുധിഷ്ഠിര പ്രതിഷ്ഠാത വർഗ്യപ്രഭാവ സംസക. പാർത്ഥസാരഥിരം ഹേतो ഗീതാമൃതമഹോദതി കാളിയ വിമണ മാണിക്യ രഞ്ജിത ശ്രീപദാംബുജ. ദാമോദരോ യജ്ഞഭോക്ത ദാരിദ്ര്യ വിനാശക നാരായണ പരബ്രഹ്മ പല്ലകാശനവാഹന. ജലക്രീഡാ സമാസക്ത ഗോപീവസ്ത്രാപഹാരക പുണ്യശ്ലോക കീർത്തപാദോ വേദമേദ്യോദയാനിധി. സർവതീർത്ഥാത്മക സർവഗ്രഹരൂപീ പരാത്പര. സർവതീർത്ഥാത്മക സർവഗ്രഹരൂപീ പരാത്പര. ഏവം ശ്രീകൃഷ്ണദേവസ്യ നാമ്നാ അഷ്ടോത്തരം ശതം സർവസിദ്ധിപ്രദാതാരം സർവമൃത്യുനിവാരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നട തുറന്നോടനെ നമുക്ക് ശ്രീമദ് വന്ദന ശ്ലോകത്തോടു കൂടി ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6 അധ്യായങ്ങളിലായിട്ട് ഏകദേശം 500-ലധികം ശ്ലോകങ്ങളുണ്ട്. മഹാത്മ്യം ആദ്യത്തെ 2 അധ്യായത്തിലായിട്ട് ഭക്തിദേവിയും ഭക്തിദേവിയുടെ മക്കളായ ജ്ഞാനവൈരാഗ്യത്തിനും എങ്ങനെ ആ ഭാഗവത ശ്രവണം കൊണ്ട്
യൗവനവും ശക്തിയും ലഭിച്ചു എന്നുള്ളതും മൂന്നാമത്തെ നാലാമത്തെ അധ്യായത്തിൽ 4-5 അധ്യായങ്ങളിലായിട്ട് ഭാഗവതത്തിന്റെ മഹാത്മ്യം, എത്രത്തോളം മഹാത്മ്യമുണ്ട്, മോക്ഷം ലഭിക്കാതെ ഇരുന്ന ആ ഒരു ദുരാത്മാവിന്, ദുരാത്മാവിനെ എപ്രകാരം വേറെ ഒരു സാധനത്തിലും ലഭിക്കാതെ ഭാഗവത ശ്രവണം കൊണ്ട് മോക്ഷം ലഭിച്ചു എന്നുള്ളതും 6-ാമത്തെ അധ്യായത്തിൽ ശ്രീമദ് മഹാഭാഗവതം എങ്ങനെ കേൾക്കണം എന്നുള്ളതുമാണ് പാരായണം ചെയ്തുള്ളത്. ഏകദേശം 500-ലധികം ശ്ലോകങ്ങൾ ശ്രീമദ് മഹാഭാഗവതത്തിലുണ്ട്. നട തുറന്നുടനെ നമുക്ക് വന്ദന ശ്ലോകത്തോടു കൂടി ശ്രീമദ് കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് മഹാഭാഗവതത്തിന്റെ മഹാത്മ്യം 1000 നാളുള്ള അനന്തന് പോലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്കും മഹാത്മ്യമുള്ളതാണ് ശ്രീമദ് മഹാഭാഗവതം. അതിൻ്റെ രസം എത്ര നുകർന്നാലും തീരില്ല. അമൃതിന് പകരമായിട്ട് ശ്രീമദ് മഹാഭാഗവതം ഞങ്ങൾക്ക് നൽകൂ, ഞങ്ങൾ അമൃത് നൽകാം എന്ന് സനകാദികൾ ശ്രീമദ് മഹാഭാഗവതം പാരായണം ആരംഭിക്കുന്നതിന് മുൻപായി ദേവന്മാരെല്ലാവരും കൂടി വന്ന് വണങ്ങി പറഞ്ഞു അത്രേ. അപ്പോൾ ഈ സനകാദികളും അവിടെ ഉണ്ടായിരുന്ന നാരദൻ മറ്റുള്ളവരും എന്ത് അമൃത് തന്നാലും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ ശ്രീമദ് മഹാഭാഗവതം കേട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഭക്തിദേവിയുടെ മക്കളായ ജ്ഞാനം, വൈരാഗ്യം ഇവർ രണ്ടുപേരും ഈ കലികാലത്ത് വളരെയധികം ദുഃഖിക്കുകയും ഏത് നാട്ടിൽ ചെന്നിട്ടും അവർക്ക് ഒരു ശാന്തിയും ലഭിക്കാതെ ഒടുവിൽ വൃന്ദാവനത്തെത്തിയപ്പോൾ ഭക്തിദേവിക്ക് അല്പം ഉണർവുണ്ടായി. എന്നാൽ ജ്ഞാനവൈരാഗ്യങ്ങൾ വൃദ്ധരായിട്ട് തന്നെ കിടന്നു. അവർക്ക് തീരെ അവരുടെ അവശത മാറ്റാൻ പറ്റാതെ ഇരുന്നപ്പോൾ നാരദരോട് ഭക്തിദേവി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞിട്ട് നാരദർ വളരെയേറെ അലഞ്ഞു തിരിഞ്ഞ് തപസ് ചെയ്തിട്ടും ഒന്നും കാണാതെ ഒടുവിൽ ബദരിനാഥിൽ സനകാദികളെ സന്ധിക്കുകയും അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ശ്രീമദ് മഹാഭാഗവതം 7 ദിവസം കൊണ്ട് പാരായണം ചെയ്താൽ ഭക്തിദേവിക്കും ജ്ഞാനവൈരാഗ്യത്തിനും മോക്ഷം ലഭിക്കും, അവർ ചൈതന്യം പ്രാപിക്കും എന്ന് പറഞ്ഞത് പ്രകാരം ഗംഗാനദിയുടെ തീരത്തുള്ള ആനന്ദം എന്നൊരു തലത്തിൽ വെച്ച് ശ്രീമദ് മഹാഭാഗവത സപ്താഹത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും സർവ്വലോകത്തുമുള്ള എല്ലാവിധ മഹർഷിമാരും മുനിമാരും ദേവന്മാരും എല്ലാം ആ ഭാഗവതം കേൾക്കാൻ അവിടെ സന്നിഹിതരായി എന്നാണ് പറയപ്പെടുന്നത്. ആ ശ്രീമദ് മഹാഭാഗവതം ശ്രമിച്ച ഉടനെ ഭക്തിദേവിയും മക്കളായ ജ്ഞാനവൈരാഗ്യവും വളരെയേറെ ചൈതന്യം പ്രാപിക്കുകയും അവർ ഉടനെ ഭക്തിദേവി ചോദിക്കുകയാണ്, ഞാൻ അതീവ ചൈതന്യവത്തായിരിക്കുന്നു, ഇനി കലി എന്നെ ബാധിക്കുകയില്ല, ഞാൻ എവിടെയാണ് വസിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ശ്രീനാരദൻ ഭക്തന്മാരുടെ ഹൃദയത്തിൽ നീ വസിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഭക്തിദേവിയെ പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം വീണ്ടും സനകാദികൾ ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ ആ ശ്രീകൃഷ്ണ സ്വരൂപനാണ് ശ്രീമദ് മഹാഭാഗവതം. ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഉദ്ധവർ പോകരുത് എന്ന് പറഞ്ഞ് വീണ്ടും അപേക്ഷിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല, എൻ്റെ ചൈതന്യം ഞാൻ ഈ ശ്രീമദ് മഹാഭാഗവതത്തിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാന്റെ ചൈതന്യം ശ്രീമദ് മഹാഭാഗവതത്തിലേക്ക് ലയിപ്പിച്ചു എന്നാണ് പറയുന്നത്. ശ്രീമദ് മഹാഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണ് എന്നാണ് പറയുന്നത്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഈ ശ്രീമദ് മഹാഭാഗവതത്തിൽ കുടികൊള്ളുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭഗവാന് തുല്യമായി കണ്ട് ശ്രീമദ് മഹാഭാഗവതത്തെ നമ്മൾ പൂജിക്കുകയും ആരാധിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യണം എന്നാണ് സനകാദികൾ തുടങ്ങിയ എല്ലാ മഹർഷിമാരും പറയുന്നത്. ആ ഭാഗവതത്തിൻ്റെ രസം അനുഭവിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് വേറെ ഒന്നിനോടും ഒരു രസവും തോന്നുകയില്ല. അത് മാത്രം മതി നമ്മുടെ ജീവിതം ധന്യമാകാൻ എന്നാണ് പറയുന്നത്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവവുമാണ്. ആരായാലും ആ ശ്രീമദ് ഭാഗവതത്തിലേക്ക് അവരുടെ മനസ്സ് തിരിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പിന്നോട്ടുള്ള പോക്കില്ല. വീണ്ടും പാരായണം ചെയ്യണം. എവിടെയൊക്കെ ശ്രീമദ് മഹാഭാഗവതം സപ്താഹങ്ങളോ പാരായണങ്ങളോ ഉണ്ടോ അവിടെയൊക്കെ പങ്കെടുക്കണം എന്നുള്ള ആ ഒരു അധ്യായ മോഹം, അങ്ങനെയുള്ള മോഹം തന്നെയാണ് നമ്മെയും ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ശ്രീമദ് ഭഗവാന്റെ ശ്രീ കല്ലായി കൃഷ്ണൻ്റെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ എല്ലാ വർഷവും നടത്തി വരാറുള്ള
നമ്മൾ ഭക്തന്മാരുടെ വകയായിട്ടുള്ള ഭഗവാനെ നമ്മളെ കൊണ്ട് അർപ്പിക്കാൻ കഴിയുന്ന ഈ ശ്രീമദ് മഹാഭാഗവത സപ്താഹ യജ്ഞം വളരെ ഭംഗിയായി നമുക്ക് ഭഗവാന്റെ തൃക്കാൽക്കൽ പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പണ ബുദ്ധിയോടുകൂടി 7 ദിവസം ഒരു വ്രതമായി ഇരുന്ന് നടത്താൻ ആ കടലായ കൃഷ്ണൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ ആരംഭിക്കുകയാണ്. വന്ദന ശ്ലോകത്തോടുകൂടി 6 അധ്യായങ്ങളിലായിട്ട് 500ഓളം ശ്ലോകങ്ങൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. മഴക്കാലവുമാണ്, രാത്രിയുമായതിനാൽ നമ്മൾ വളരെ വേഗം പാരായണം ചെയ്ത് നാളെ രാവിലെ 6 മണി 6:30 ശ്രീമദ് വിഷ്ണു സഹസ്രനാമത്തോടുകൂടി ശ്രീമദ് മഹാഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കാം. നമ്മളെല്ലാവരും എല്ലാറ്റിനും സന്നിഹിതരായി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്ദന ശ്ലോകത്തോടുകൂടി ആരംഭിക്കുകയാണ്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരുമേ സർവലോകാനാം വിഷയേ സർവലോകിനാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദസ്യ ദുർമയാ വിതരതച്ചാക്ഷേഷ വിഘ്നസ്വരാ തേനേ ബ്രഹ്മഹൃദായാദികവേ മുഖ്യന്തിയൽ സൂരയാ തേജോ വാരിമുദാ യദാ വിമയോ യത്ര ത്രിസർഗോ വൃഷാ ദാനാസേന സദാ സത്യം പരം ധീമഹി സത്യം പരം ധീമഹി േക്യം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനിയുതേ കിം വാ പരീശ്വര സത്യോ ഹൃദ്യവരുദ്ധതേ പ്രകൃതി ശുശ്രൂഷിഭിസ്രക്ഷണാ നിഗമകൽപ്പതയോർഗണിതം ഫലം ശുഗമഹാകം തത്രവസംയുതം പിബത ഭാഗവതം രസമാലയം ഭൂരഭൂരസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീ സരസ്വതീ വ്യാസം തയോ ജയമുദീരേ. യം പ്രവ്രജന്തം വേദമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതരമാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. വിശ്വാനുഭാവമഖില ശ്രുതിസാരമേയം അധ്യാത്മദീപമതിദീർഷനാപ്തമോദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസൂനുമുഖയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്നന്തി ദിവ്യൈസ്തവേ വേദൈ സാംഗമതക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാം തന്ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കുജയന്ത്രേണം ശ്യാമളോയം കുമാരകാ വേദവേദ്യം പരബ്രഹ്മ വാസതാം പുരതോ മമ. ഭൂതേർമഹത്പ്രിയ ഇമാ പുരോ വിദുർ നിർമായ ശീലീതമോഷപൂരുഷ ബുദ്ധേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം വിശിഷ്ട ഭഗവാൻ ഭജാസ്യേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദികൾ ഒരു വലിയ ഒരു സത്രം 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം ആരംഭിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ കലി നമ്മളെ ആക്രമിക്കും. അതുകൊണ്ട് തന്നെ സത്രം ചെയ്തുകൊണ്ട് എപ്പോഴും തിരക്കായിക്കൊണ്ട് സത്രം യാഗം ചെയ്തുകൊണ്ടിരിക്കാം എന്ന് കരുതി അവർ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കലിദോഷം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, സർവ്വലോകത്തിൻ്റെയും നന്മയ്ക്കായിക്കൊണ്ട്. അതായത് എവിടെ വെച്ചാണ് നമ്മൾ സത്രം ചെയ്യേണ്ടത് എന്ന് ശൗനകാദികൾ ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് ഒരു ചക്രം കൊടുക്കുകയും ആ ചക്രം ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ എവിടെ വെച്ചാണോ ആ ചക്രം ശിഥിലമാകുന്നത് അവിടെ വെച്ച് നിങ്ങൾ ഈ യാഗം അനുഷ്ഠിച്ചു കൊള്ളുക എന്ന് പറയുകയാണ്. അപ്പോൾ അവർ ആ ചക്രം ഉരുട്ടിക്കൊണ്ട്, നൈമി എന്ന് പറഞ്ഞാൽ ചക്രം എന്നാണ് അർത്ഥം. അപ്പോൾ ആ ചക്രം ഉരുട്ടിക്കൊണ്ട് അവർ വന്നപ്പോൾ ഈ സ്ഥലത്ത് വെച്ച് അവിടെ ആ ചക്രം ശിഥിലമായി പോവുകയും അവിടെ വെച്ച്
ആ സത്രം ആരംഭിക്കുകയും ചെയ്യുകയാണ്. സത്രം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സൂതൻ രോമഹർഷന്റെ മകനായ സൂതൻ എത്തിച്ചേരുകയും സൂതനോട് അവർ ഞങ്ങൾക്ക് ഒരു മഹത്തായ കഥ പറഞ്ഞു തരൂ, ഈ കലിദോഷം പ്രാപിക്കാതെ മുക്തി ലഭിക്കാനുള്ള അതിമഹത്തായ ഒരു കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ മഹത്വത്തിന് ശ്രീമദ് മഹാഭാഗവതമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ശ്രീമദ് മഹാഭാഗവത കഥ മാത്രമാണ് അതിന് ഉദാഹരണമായിട്ട്. ഏതിനുമായിട്ട് ഈ കലിദോഷം അകറ്റാൻ എന്തൊരു പ്രതിവിധിയുണ്ടോ അത് ശ്രീമദ് മഹാഭാഗവതം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീമദ് മഹാഭാഗവതം പറയാനുണ്ടായ സന്ദർഭവും അത് എങ്ങനെയാണ് പരീക്ഷിത് മഹാരാജാവിന് ശുഗബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത് എന്നും വ്യാസൻ എങ്ങനെയാണ് ശ്രീമദ് മഹാഭാഗവതം സൃഷ്ടിക്കാനിടയായത് എന്നും ഒക്കെ വളരെ വിശദമായിട്ട് ആദ്യത്തെ 1-2 പ്രഥമ സ്കന്ധത്തിലും ദ്വിതീയ സ്കന്ധത്തിലുമൊക്കെയായി പറഞ്ഞ് തൃതീയ സ്കന്ധം മുതൽ ശ്രീമദ് മഹാഭാഗവതത്തിന്റെ കഥ പറയുകയാണ്. സംവാദ രൂപത്തിലാണ് ശ്രീമദ് മഹാഭാഗവതം പൂർണ്ണമായിട്ടും ഉള്ളത്. ഒരാളോട് സംശയം ചോദിക്കുക, ആ സംശയത്തിന് മറ്റൊരാൾ ഉത്തരം പറയുക, ആ ഉത്തരത്തിൽ വേറെ രണ്ടാളുകളുടെ സംവാദം, ഇങ്ങനെ സംവാദത്തിന്റെ ഉള്ളിൽ സംവാദം, അതിൻ്റെ ഉള്ളിൽ സംവാദം, ഇങ്ങനെയാണ് ശ്രീമദ് മഹാഭാഗവതം കൊണ്ടുപോയിരിക്കുന്നത്. ശ്രീമദ് മഹാഭാഗവതത്തിന്റെ രീതി തന്നെ അതാണ്. ഇപ്പോൾ അവിടെ ശൗനകാദികൾ അവിടെ വെച്ച് ഈ സത്രം നടത്തുമ്പോൾ യാദൃച്ഛികമായിട്ട് സൂതൻ മഹത്തായ പുരാണങ്ങൾ വ്യാസഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത രോമഹർഷണൻ എന്ന മഹർഷിയുടെ പുത്രനാണ് സൂതൻ. ആ സൂതൻ അവിടെ യാദൃച്ഛികമായി എത്തിച്ചേരുകയും ആ സൂതനോട് തനിക്ക് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ സൂതൻ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് ഭക്തിജ്ഞാന വൈരാഗ്യത്തിന്റെ ആ വിഷമാവസ്ഥയും അവിടെ ഈ കലികാലത്തുള്ള ലോകം കാണാൻ വേണ്ടി നാരദർ എത്തിച്ചേരുമ്പോൾ നാരദർ ഈ ഭക്തിദേവി കരയുന്നത് കണ്ടിട്ട് എന്താണെന്ന് ചോദിക്കുകയും അതിനുള്ള പ്രതിവിധി നാരദർ അന്വേഷിച്ച് ശ്രീമദ് ഭാഗവതം ആണ് എന്ന് കണ്ടുപിടിക്കുന്നതുമൊക്കെയാണ് ആദ്യത്തെ അധ്യായത്തിൽ. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം സാധാരണ ആചാര്യന്മാർ ഒരു അധ്യായം മാത്രമേ പാരായണം ചെയ്യുകയുള്ളൂ. നമ്മൾ ആരംഭം ചെയ്യുന്ന നമുക്ക് മുഴുവൻ അധ്യായവും പാരായണം ചെയ്ത് പിന്നെ ശ്രീ വിഷ്ണു ഭുജംഗപ്രയാതവും ശ്രീകൃഷ്ണ മംഗളവും ചെയ്തിട്ട് വേണം ഇന്നത്തെ പാരായണം സമാപിക്കാൻ. അതുകൊണ്ട് തന്നെ ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം പാരായണത്തിലേക്ക് കടക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി നമുക്ക് എല്ലാവരുടെയും ഈ ലോകത്തിൻ്റെ തന്നെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം പാരായണം ചെയ്യാം. എല്ലാവരും പുസ്തകമുള്ള ശ്രീമദ് മഹാഭാഗവത ഗ്രന്ഥമുള്ള എല്ലാവർക്കും കൂടെ പാരായണം ചെയ്യാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുരം. അധപ്രഥമോധ്യായ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനേരമവേദനൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മേതയാ കരഗോപിനേതു സംസർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈഷേഷു സമാസീനം അഭിവാദ്യ മഹാമതി കഥാന്തര സാക്ഷാത് കുശലശൗനകോ ബ്രവീ. ഓം തത്സത്. അജ്ഞാനദ്വാതവിധ്വംസ കോടി സൂര്യസമപ്രഭ സൂദ്രാഖ്യാതി കഥാസാരം മമ കർമ്മരസായനം. ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹി നിരാസശ്ച വൈഷ്ണവേ ക്രിയതേ കഥം. ഇഹ ഘോരേ കലോ പ്രായോ ജീവശ്ചാക്ഷരാംഗത ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ശ്രേയസാം ഭവക്ഷേയ പാവനാനാം ച പാവനം. കൃഷ്ണപ്രാപ്തികരം ശിഷ്യസാധനം തദ്ഗതാത്മന. ചിന്താമണിർലോകസുഖം സുരദൃഷ്വസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. സൂതോ വാച പ്രീതിശൗനകചിത്തേനേ ഹൃദോ വച്മീ വിശാച സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം.
ഈ ലോകത്തെ എല്ലാ ഭയങ്ങളും അകറ്റുവാൻ വേണ്ടിയിട്ടുള്ള കഥയാണെന്നാണ് പറയുന്നത്. ഭക്തിയോഗബന്ധനം ഏറ്റ കൃഷ്ണ സന്തോഷേതുകം തദഹം ദേവി ദാസ്യാമി സാവധാനതയാസു കാലവിലാളമുഖാഭ്യാസം പ്രാസന്യനാശഹേതവേ ശ്രീമദ് ഭാഗവത ശാസ്ത്രം കലോ ഗീരേണ ഭാഷിതം ഏതസ്മാതപരം കിഞ്ചിൻ മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മാന്തരമായിട്ടുള്ള പുണ്യം കൊണ്ട് മാത്രമേ ശ്രീമദ് ഭാഗവതത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുകയുള്ളൂ, ഭാഗവതം ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേഷുകേ സുധാകൃതം ഗൃഹീത്വൈവ ദേവാസ്തത്ര സമാഗമൻ ശുഗം നത്വാ വദൻ സർവേ സ്വകാര്യം കുശലാസുരാ കഥാസുധാ പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാ. ഈ അബദ്ധം നിങ്ങൾ എടുത്തുകൊള്ളൂ, ഞങ്ങൾക്ക് ഈ കഥ നൽകൂ എന്ന് പറയുകയാണ്. ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രദീയതാം പ്രപശ്യാമോ വയം സർവേ ശ്രീമദ് ഭാഗവതാമൃതം. കൊസ്സുതാ കൊക്കഥാലോകി കൊക്കാജന്മണിർമഹാൻ ബ്രഹ്മജാതോ വിചാരേവം തഥാ ദേവാന്യഹാസഃ അഭക്താം താംസവിജ്ഞായ ന ദദൗ സകഥാമൃതം. ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാമപി ദുർലഭ. രാജ്ഞോ മോക്ഷം തഥാമീശ പുരാധാതാപി വിസ്മിത സത്യലോകേ തുലാംഭത്വാ തോലായ സാധനസ നാന്യജ ലഘൂജ്ഞാന്യാനി ജാതാനി ഗൗരവേണ ഇദർമഹത് തഥാ വിശിഖനം സർവേ വിസ്മയം പരമം യയു. മേനിനേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം ഖലു പഠനാശ്രവണാസദ്യോ വൈകുണ്ഠം ഫലദായകം സപ്താഹീന സുഖം ചേതൻ സർവദാ മുക്തിദായകം സനകാദി പുരാപ്രോക്തം നാരദായ ദയാപരേ യദ്യപി ബ്രഹ്മസംബദ്ധ ചുദം ഏതസ്സുനർഷിന സപ്താഹശ്രവണവിധി കുമാരീ തസ്യ ഭാഷിത. ശൗനകോവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യ സ്ഥിരസ്യ ച വിധിശ്ചൈവ കുപിപ്രീതി സംയോഗകുത്രതേ സഹ. സൂതോവാച അത്ര തേ കീർത്തയിഷ്യാമി ഭക്തിയുക്തം കഥാനകം ശുഭേന മമ യത്രോക്തം രഹസ്യം വിചാര്യ. ഏകതാഹി വിശാലായ ചത്വാര ഋഷയോ മല സത്സംഗാർത്ഥം സമായാത ബഹുഷു സത്ര നാരദം. കുമാരാവൂചു കഥം ബ്രഹ്മൻ ദീനമുഖ കുതശ്ചിന്താ ഗുരോ ഭവാൻ ത്വരിതം ഗമ്യതി കുത്ര കുതശ്ചാഗമനം തവ. ഇദാനീം ശൂന്യചിത്തോസി ഗതവിത്തോ യഥാ ജനാ തവേദം മുക്ത സംഘസ്യ യോജിതം വദ കാരണം. നാരദരുടെ മുഖം മ്ലാനമായി ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സനകാദികുമാരന്മാർ ചോദിക്കുകയാണ്. അതിന് നാരദർ ആ ഭക്തി ജ്ഞാന വൈരാഗ്യത്തിന്റെ സങ്കടകഥ പറഞ്ഞു കൊടുക്കുകയാണ്. നാരദോവാച അഹം തു പൃഥ്വീര്യാദോ ജ്ഞാത്വാ സർവോത്തമാമിനി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തഥാ നാ പശ്യം കുത്രചിത് ചർമ്മ മനസ്സന്തോഷകാരകം കലീനാ ധർമ്മമിത്രേണ ധരേയം വാദിതാതുന. സത്യം നാസ്തി തപശൗചം ദയാ ദാനം ന വിദ്യതേ ഉദരം വരിനോ ജീവ വരാഗാകൂടഭാഷിണ. നമ്മുടെ ഈ കാലത്തെ വർണ്ണിക്കുകയാണ്. മന്ദാസുമന്ദമതയോ മന്ദഭാഗ്യാഭിഭദ്രത പാഖണ്ഡനിരതാസന്തോ വിരക്താസ പരിഗ്രഹ തരുണീ പ്രഭുതാഗീ ശ്യാലകോ ബുദ്ധിദായക കന്യാ വിക്രയിണോ ലോഭ ദമ്പതീനാം ജകൽക്കനം. ആശ്രമായവനേരുന്ദ തീർത്ഥാനി സരിതസ്തദാ ദേവതായവനാന്യത്ര ദുഷ്ടീ നഷ്ടാനി ഭൂരിശ. ന യോഗീ നൈവ സിദ്ധോ വാ ന ജ്ഞാനീ സക്രിയോ നര കലീതാവാനലോജ്ഞാദ്യ സാധനം വസ്മദാം ഗതം. അഷ്ടശൂലാ ജനപദ ശിവശൂലാഭിജാതയ കാമിന്യശൂലിന്യ സംഭവന്തി കലാവിഹ. ഏവം പശ്യൻ കലയദോഷ പര്യടന്നവനീമഹം യാമുനം തടമാപന്നോ യത്ര ലീലാ ഹരേരഭൂ തത്രാശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തന്മുനീശ്വര. ഏകഥാ
തരുണീ തത്ര വിഷണ്ണാകിന്ന മാനസ. ഭക്തിദേവിയാണ് ഇവിടെ വിഷമിച്ച മനസ്സോടുകൂടി നാരദൻ കാണുന്നു. വൃദ്ധോദോപരിതോപാശി വിശ്വസംഭാവചേതനോ ശുശ്രൂഷന്തി പ്രബോധന്തി തുദതി ചയോ പുരാ ദശദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിജം ബഭൂ പീജ്യമാനാ സദസ്ത്രീഭിർ ബോധ്യമാനാ മുഹുർമുഹുർ ദൃഷ്ട്വാ ഭൂരാഗതസ്സോകം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ ചോടിധാ ബാലാ വിഹ്വലാ ച പ്രവിധ്വജാ. ബാലോവാച ഭോ ഭോ സാധൂഷണം തിഷ്ടം മച്ചിന്താമവിനാശയ ദർശനം തവ ലോകസ്യ സർവധാഹരം വരം ബഹുധാ തവ ഭാഗ്യേന ദുഃഖശാന്തിർഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൂരി ഭവതോ ദർശനം തഥാ. നാരദോവാച കാസിത്വം കാവിമോചീമ നാര്യം കാ പത്മലോചന വദദേവീ സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. നിന്റെ ദുഃഖ കാരണം വിസ്തരിച്ച് പറയൂ എന്ന് ഭക്തിദേവിയോട് പറയുകയാണ്. ബാലോ എന്ന് പറയുന്നത് ഭക്തിദേവിയാണ്. ബാലോവാച അഹം ഭക്തിരിധിഖ്യാത ഇമൗ മേ തനയോ മതോ ജ്ഞാനവൈരാഗ്യനാമാനോ കാലയോഗേന ജർജരോ ഗംഗാജാസനിദശ്ചീമ മത്സ്യേവാത്മം സമാഗത തഥാപി ച നീക്ഷേയ സേവിതായാ സുരൈരപി ഇദാനീം ശൃണുമദ്വാർത്താം സജിത്തസ്തും തബോധന വാർത്താമേ വിദദാഭ്യസ്തി താം ശ്രുത്വാ സുഖമാവഹ. ഉത്പന്നാഭിനിടീസാകം വൃദ്ധിം കർണാടകേ ഗതാ ക്വചിത് മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാംഗത. ഗുർജരെ ഗുജറാത്തിനെയാണ് ഗുർജരെ എന്ന് പറയുന്നത്. ഗുജറാത്തിലെത്തിയപ്പോൾ വളരെയധികം ജീവിച്ചു എന്നാണ് പറയുന്നത്. തത്ര ഘോരകലയോഗ ഭാഗണ്ഡേ ഖണ്ഡിതാംഗക ദുർബലാഹം ചിരത്യാഗ പുത്രാഭ്യാം സഹമന്ദത. വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണി ജാതാഹം യുവതീ സമ്യക് പൃഷ്ടരൂപാതു സാമ്പ്രതം. വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഞാൻ യുവതിയായി, എനിക്ക് ശ്രേയസ് വന്നു എന്ന് പറയുക. ഇപ്പോഴും വൃന്ദാവനത്തിൽ ഭക്തി അതീവ ഭക്തിയാണ്. ആ ഭക്തിയുടെ ഇത് ഇപ്പോഴും കാണാൻ സാധിക്കും. ഇതം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയാ ജരഠത്വം സമായാഹം തേന ദുഃഖേന ദുഃഖിത സാപം തു തരുണീ കസ്മാത് സുതോ വൃദ്ധാമിലോകുതാ ത്രയാണം സഹചാരിത്വാ വൈപരീത്യം കുതസ്ഥിതം ഗഡധേ ജരഠാ മാതാ തരുണോദനയായി. എന്തൊരു വിപരീതമാണിത്! അമ്മ യുവതിയായിരിക്കുന്നു, മക്കൾ വൃദ്ധന്മാരായിട്ട് വളരെയധികം ശോചനീയ സ്ഥിതിയിലുണ്ടാകുന്നു. അത് വളരെ വിഷമകരമാണ് എന്ന് പറയുകയാണ് ദേവി. അത്ര ശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസ പദയോഗനിധീമൻ കാരണം ചാത്ര കിം ഭവേ. നാരദോവാച ജ്ഞാനേനാത്മനി പശ്യാമി സർവമേതത്തവാനതി ന വിഷാദസ്ത്വയാ കാര്യോ ഹരിശക്തി കരിഷ്യതി. സൂതോവാച ക്ഷണമാത്രേന തജ്ഞാത്വാ വാക്യമൂജേ മുനീശ്വര. ഭഗവാൻ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. നാരദോവാച ശൃണുഷ്വാവിഹിതാ ബാലേ യുഗോയം ധാരുണക്കലി തേന ലുപ്ത സദാചാരോ യോഗമാർഗസ്തവാംസി ച ജനാ അദ്യാസുരായന്തി ശാഠ്യദുഷ്കർമ്മകാരിണ ഇഹ സന്തോ വിഷീദന്തി പ്രകൃഷ്യന്തി ഹ്യസാധവ. തത്തേ ധൈര്യം ദ്വയോ ധീമാൻ സധീര പണ്ഡിതോധവ അപൃശ്യാവനലോക്യേയം ശേഷഭാരകരീധര. വർഷേ വർഷേ ക്രമാജാത മംഗളം നാഭിദൃശ്യതേ നത്വാമപി സുഖേ സാഗം കോപി പശ്യതി സാമ്രതം ഉപേക്ഷിതാനുരാഗാന്യേ ജർജരിത്വേന സംസ്ഥിതാ. വൃന്ദാവനസ്യ സംയോഗാ പുനസ്ത്വം തരുണീനവ ധന്യം വൃന്ദാവനം തേന ഭക്തി നൃത്യതി യത്ര ച. വൃന്ദാവനത്തിന്റെ ധന്യത്തെ കുറിച്ച് നാരദൻ പറയുകയാണ്. അത്രമോ ഗ്രാഹഭാവാന ജരാമഭിജമുഞ്ചത. ഓം ശ്രീകൃഷ്ണായ നമഃ. കിഞ്ചിദാത്മസുഖേനേക പ്രസുപ്തിർമന്യതേനയോ. ഭക്തിരുവാച കഥം പരീക്ഷിതാരാജ്ഞ സ്ഥാപിതോ ഹ്യശുചിക്കലി പ്രവൃത്തി തു കലൗ സർവസാര പുത്രഗതോ മഹാൻ കരുണാപരേണ ഹരിണ അപ്യധർമ്മേണ കഥമീച്ഛതി ഇമം മേ സംശയം ചിന്തി തദ്വാചാ സുഖിതാസ്മ്യഹം. നാരദോവാച
വിധിപൃഷ്ടസ്ത്വയാ ബാലേ പ്രേമതശ്രവണം ഗുരു സർവം വക്ഷ്യാമി ഭദ്രേ കശ്മലന്തേ ഗമിഷ്യതി യഥാ മുകുന്ദോ ഭഗവാൻ സ്മാ ത്യക്ത്വാ സപദം ഗദാ തദ്ദിനാക്കലിരായാത സർവസാധന ബാധക. എപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകം വിട്ടു പോയോ ആ നിമിഷം മുതൽ കലി എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങിയെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ദൃഷ്ടോ ദിഗ്വിജയീരാജ്ഞ ദീനവച്ചരണം ഗതാ നമ്മയാ മാരണീയോയം സാരംഗതിവ സാരഭും യദ്ഫലം നാസ്തി തപസാ ന യോഗേന സമാധിനാ തദ്ഫലം ലഭതേ സമ്യക് കലോ കേശവ കീർത്തനാത്. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവസ്സാരനീരസം വിഷ്ണുരാപസ്ഥാപിതവാൻ കലീജാനാം സുഖായ കുകർമാചാരണം സാര സർവതോ നിർഗതോതുനാ പദാർഥാ സംസ്ഥിതാ ഭൂമോ ബീജഹീനാ തുഷായതാ. വിപ്രേ ഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാകണലോഭേന കഥാസാരസ്തതോ ഗതാ. അത്യുഗ്രൂരി കർമാണോ നാസ്തിഘാരൗരവാജന തേവി തിഷ്ടന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തതോ ഗതാ. കാമക്രോധ മഹാലോഭ തൃഷ്ണാവ്യാകുലചേതസാ തേവി തിഷ്ടന്തി തപസി തപസ്സാരസ്തതോ ഗതാ. കലികാലത്തെ ഈ ലോകത്തെ വിവരിക്കുകയാണ്. മനശ്ചാചയലോഭ ദമ്പാത് പാഖണ്ഡ സംശയാ ശാസ്ത്രാനഭ്യസനാച്ചൈവ ജ്ഞാനയോഗ ഫലം ഗതം ചണ്ഡിതാ ശൂകളത്രേണ ഓം ശ്രീകൃഷ്ണായ നമഃ. കളത്രേണ രമന്തേ മഹിഷായിവ പുത്രസ്യോത്പാദനേ ദക്ഷ അദക്ഷാ മുക്തി സാധനേ നഹി വൈഷ്ണവതാ പുത്ര സംപ്രദായ പുരസ്സര ഏവം പ്രളയതാം പ്രാപ്തോ വസ്തുസാരസ്ഥലേ സ്ഥലേ അയം തു യുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അധസ്തു പുണ്ഡരീകാക്ഷ സഹദേവി കടേ സ്ഥിതാ. സൂതോവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമാഗ്നതാ ഭക്തിരുജീവജോ ഭൂയ ശ്രൂയതാം തച്ച ശൗനകാ. ഇത് കേട്ട് ഭക്തിദേവി ഇപ്രകാരം സുരക്ഷീത്വം ധന്യോ സുരക്ഷീത്വം ഹി ധന്യോസ്മി മദ്ഭാഗേന സമാഗത സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം ജയതി ജഗതി മായാം യസ്യ കായാതവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമപി യാതോ യത്കൃപാകോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം ദദാമി. ഓം തത്സദിതി. ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യേ ഭക്തിനാരദ സമാഗമോ നാമ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ബുധാഖേദയസേവാനി അഹോ ചിന്താതുരാഗതം ശ്രീകൃഷ്ണചരണാംബോജം സ്വരദുഃഖം ഗമിഷ്യതി. ദ്രൗപദീ ജവരിത്രാദോ ഹീന കൗരവകശ്മല പാലിതാ ഗോപസുന്ദര്യ സകൃഷ്ണത്വാഭിനോഗ്യത ത്വം തു ഭക്തിപ്രിയാ തസ്യ സതതം പ്രാണോധികാ തയാ ഹുതസ്തു ഭഗവാൻ യതിനീജഗൃഹേഷ്വപി. സത്യാദിത്യയോഗേ ബോധവൈരാഗ്യോ മുക്തിസാധകോ കരോതു കേവലാ ഭക്തി ബ്രഹ്മസായുജ്യകാരിണി. ഇത് നിശ്ചിത്യ ചിദ്രൂപസ്വദ്രൂപം തം സസദ്യഃ പരമാനന്ദ ചിന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലഭ. ബുദ്ധഞ്ജലികയാ ബുദ്ധം കരോമി ചൈകദാ ത്വം ദദാജ്ഞാപയം കൃഷ്ണോ മധർത്തൻ പോഷയതി ച. അംഗീകൃതം ത്വയാ സർവേ പ്രസന്നോ ഭൂതരിസ്തദാ മുക്തിം ദാസീതദോ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവിമോ പോഷണം സേനരൂപേണ വൈകുണ്ഠേ ത്വം കരോഷിത. ഭൂമോ ഭക്തവിഭോഷായ ഛായാരൂപം ത്വയാ കൃതം മുക്തിം ജ്ഞാനം വിരക്തിം ച സഹ കൃത്വാ കഥാഹുവി യുദ്ധായുദ്ധാവലസ്യാന്തം മഹാനാന്തേന സംസ്ഥിതാ. കലോ മുക്തിക്ഷയം പ്രാപ്താ പാണ്ഡാമയ പീഡിത തദാ ജ്ഞയാ യഥാ ശീഘ്രം വൈകുണ്ഠം പുനരേവ സാ. സ്മൃതാതയാപി ചാത്രേവം തിരായാദിയാദിര പുത്രീ കൃത്യത്വേ ഭൂഭോക്ഷ ആശ്രേ സ്വസ്യൈവ രക്ഷിതോ. ഉപേക്ഷാദാ കലോ മന്ദോ വൃദ്ധജാതോ ഹൃദോ തവ തഥാപി ചിന്താകുഞ്ചൂപായം ചിന്തയാമ്യഹം. കലിനാസദശ പൂർവീയോ നാന്തിവരാനനെ തസ്മിൻ സ്ഥാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ.
सत्यमहोत्सवान् तदा नाहं हरे दासो लोके त्वं न प्रवर्तये तद्विनिताश्च ये जीवा भविष्यन्ति कलाविह पाविनो विगमिष्यन्ति निर्भयं कृष्णमन्दिरं येषां चित्ते वत्से भक्ति सर्वदा प्रेमरूपिणी न ते पश्यन्ति हीनासं स्वप्ने प्रबलमुत्तया न प्रेतो न पिशाचो वा राक्षसो वा सुरोऽपि वा भक्तियुक्तमनस्का न स्पशनेन प्रभो भवेत् न तपोर्यत्न वेदश्च न ज्ञानेनापि कर्मणा हरिः साध्यते भक्त्या प्रमाणं तत्र गोपिका नं जन्मसहस्रेण भक्तं पीडिः जायते कलो भक्तिं भक्त्या कृष्णपुरस्थिता भक्तिद्रोहकरा ये जस्ते सीरन्ति जगत्रे मृगा साधुकमापन पुरा भक्तविन्दका अलं हृदयेऽलं तीर्थे अलं योगी अलं मखे अलं ज्ञानगतालाभे भक्तिरेव मुक्तिता सूदवाच इति नारदं नीतं स्वमाहात्म्यं निशम्यस समाङ्गपुट्टिसंयुक्ता नारदं वाक्यमब्रवीत् भक्तिरुवाच अहो नारदधन्योऽसि वन्द्यस्ते मयि निश्चला न कदापि जामि चित्ते स्थास्यामि सर्वदा कृपालुनाकया साधो मद्भागातं सिदाक्षिणात् कुतयोः चेतना नास्ति ततो बोधय बोधय सूदवाच तस्यापदसमागण्यकारिण्यं नारदो विद तयोः बोधनमालेवे कराग्रेण विमर्दयन् मुखं संयोज्य कर्णान्ते शब्दमुच्चैः समुच्चरन् ज्ञानं प्रबुद्धिदां श्रीब्रह्मणे वैराग्यप्रबुद्ध्यता वेदवेदान्तघोषैश्च गीता पाठे मुहुः बोध्यमानो तदा तेन कथं चिच्चोत्थितौ फलात् यत्रैरनुलोकं दौत्यं बन्धुसारसाहुः भगवत्परिदोषाय शुष्ककाष्ठसमङ्गगौ शुक्लामूर्तौ निरीच्यैव पुनः स्वावपरायणौ ऋषिश्चिन्तावरो जातं विधेयं मयेति च अहो निद्रागतं यानि उद्धतं च महत्तरं चिन्तयन्ति गोविन्दं स्मारयामास भार्गव व्योमवाणी तदेवा पुन्नापुषे खिद्यदामिति उद्यमसफलस्तेयं भविष्यति न संशया एतदर्थं सत्कर्मासुरक्षेत्रं समादर तत्तेकमाविदासन्ति साधवः साधुभूषणा सत्कर्मणि तस्मिन् सनिद्रा बुद्धदानीयो भविष्यति क्षणा भक्ति सावधः प्रसरिष्यति इत्याकाशवदस्पष्टं तत् सवैरविश्रुतं नारदो विस्मयमिलेभे येन ज्ञानमिति ब्रुवन् श्रीकृष्णाय नारदोवाच अनयाकाशवाणी वन्यापि गोपत्तेन निरूपितं गोप्यत्वेन निरूपितं किवातसाधनं कार्यं येन कार्यं भवेत्तयो भविष्यन्ति सन्दत्ते कथं दास्यन्ति साधनं मया त्रिं प्रगन्तव्यं यदुक्तं व्योमभाषया सूदौवाच तत्त्वावि संस्थाप्य निर्गतो नारदो मुनि तीर्थं विनिष्क्रम्य पृच्छन्मार्गे मुनीश्वरात् वृत्तान्तस्वैरे सर्वे किं निश्चित्य नोच्यते असाध्यं केचन प्रोजोनेयमिरिचापरे मुगीभूतास्तदान्येतत्तु कियन्तस्तु बलायिदा हाहाकारो नासी त्रैलोक्ये विस्मयावः वेदवेदान्तघोषे च गीतापाठे विबोधितं भक्तिज्ञानविरागाणां मदतिष्ठं त्रियं यदा उपायो नावनोस्तीति कर्णे कर्णे च व्यञ्जना योगिनो नारदेनापि स्वयं ज्ञायते प्रियत् तद्गतं शक्यते वक्तुम् इतरैः मानुषैः एवं शिवरे कृष्णे निर्णीयोक्तं दुरासदम् വളരെയധികം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ബഹുജന്മ സമാധിതമായിട്ടുള്ള ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ സത്സംഗം ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അജ്ഞാനം എല്ലാം നശിക്കാൻ വേണ്ടി സത്സംഗം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. മൂന്നാമത്തെ അധ്യായത്തിൽ മഹാഭാഗവതത്തിന്റെ മഹത്വം വീണ്ടും പറയുകയാണ്. ഓം ശ്രീകൃഷ്ണായ നമഃ. भागवती कर्तव्यो ममेदं पुरदामिदा कुमारौचु शृणु नारदवश्यमो विनम्राय विवेदिने गङ्गाद्वारसमीपे तडमानन्दनामकं नानाविषिगणे दुष्टं देवसिद्धिविषेदितं नानातरुलताकीर्णं नवकोमलवालुकं
രമ്യമേകാന്തവേശസ്ഥം ഹേമകണ്ഠേ ച ബ്രഹ്മലോകേ തദൈവ ച ശ്രീഭാഗവതി പീയൂഷപാനായ രസലംബട ലാവണ്യോപേരല ദേവല ദേവരാധൗ രാമസ്തദാ ഗാദി സുദച്ഛ സാഗലോ മൃഗണ്ഡുപുത്ര ത്രിജ വിപ്രലാദ യോഗേശ്വരോ വിശ്വവ്യാസഃ സ്വസ്ത്രീഭിരായേ ഹൃദി പ്രണയേന യുക്ത വേദാധാനി ച വേദാ ച മന്ത്രസന്തരാംശി ച ക്ഷേത്രാണി ച ദിശ സർവ ഗണ്ഡകാദിവനാനി ച നാഗാദയോ യയുസ്തത്ര ദേവഗന്ധർവദാനവ ഗുരുത്വാ തത്ര നയാതാൻ ഭൃഗോസു സംബോധ്യ ചാനയത് പ്രിയശബ്ദോ നമശബ്ദ ശംഖശബ്ദ തദൈവ ച ചൂർണരാജ പ്രസൂനാനാം നിക്ഷേപവാച ഏവദ്ദേശിതചിത്തേഷു ശ്രീമദ്ഭാഗവതസ്യ ച മാഹാത്മ്യമുജിരെ സ്പഷ്ടം നാരദായ മഹാത്മനെ കുമാരൗജു അദദേവൈ സ്ഥിതാ സദാ സേവ്യ ശ്രീമദ്ഭാഗവതി കഥാ യസ്യ ശ്രവണമാത്രേണ ഹരിചിത്തം സമാശ്രയത് ग्रन्थोष्टादशस्त्रेऽस्मि ब्रह्मदे ज्ञानदा पुमान् यावत् कर्णगदा नास्ति सुखशास्त्रकदाक्षणं किं श्रुते बहुभिः शास्त्रे पुराणे च ब्रह्मावहे एकमनेन समदां नयेत् श्लोकार्थं श्लोकपादं वा नित्यं भागवतोद्भवं पदस्य सुमुखेनैव निरीच्यसि परां गतिम् वेदादिर्वेदमादा च पौरुषं सूत्रे यज्ञभागवतं शास्त्रं वाजयो दत्तदेव निशं जन्मकोटिकृतं पापकेनैव सूयते शूलशास्त्रवा प्रीत्या दैशिरवैकुण्ठं गोविन्दोऽपि प्रेक्षति हेमसिंहयुतं चैतन्वैष्णवाय ददाति